ബഹുമാനപ്പെട്ട പാലക്കാട് അംഗം ചർച്ചയുടെ ഭാഗമായി പറഞ്ഞ ഒരു കാര്യം, ഏത് കേരളത്തെ പറ്റിയാണ് പറയുന്നത് എന്നാണ്. ഏത് കേരളം പറയാൻ 4 മിനിറ്റ് കൊടുത്തു. 4 മിനിറ്റ്. സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം, പബ്ലിക് അഫയേഴ്സ് സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം, ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ കേരളം, ഇന്ത്യ ടുഡേയുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 2021 1-ാം സ്ഥാനത്തെത്തിയ കേരളം, ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി 4-ാം സ്ഥാനത്തെത്തിയ കേരളം. ആ കേരളത്തെ പറ്റിയാണ് സാർ സംസാരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബുള്ള സംസ്ഥാനം കേരളം, ആദ്യ ഡിജിറ്റൽ സർവകലാശാല ആരംഭിച്ച സംസ്ഥാനം കേരളം, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്, ആദ്യത്തെ വാട്ടർ മെട്രോ കേരളത്തിലാണ്, ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്, ദേശീയപാത വികസനത്തിന് സ്ഥാനമെടുപ്പിന് തുക അനുവദിച്ച ഏക സംസ്ഥാനം കേരളമാണ്, സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ്, ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ 2022-23 നടത്തിയത് കേരളമാണ്, മാതൃ ശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് സാർ. ആ കേരളത്തെ കുറിച്ചാണ് സാർ ഇവിടെ പറയുന്നത്. ഇവിടെ ഇപ്പോ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം രാഷ്ട്രീയം പറയുന്നു എന്നാണ് ഇരിക്കൂർ അംഗത്തിന്റെ ആരോപണം. അദ്ദേഹം രാഷ്ട്രീയം പറയും സാർ. അദ്ദേഹം പഠിച്ചത് ആ സ്കൂളിലാണ്. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ്